അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പെൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻസുലിൻ പെന്ന് രണ്ട് പാർട്ടാണുള്ളത്. മെയിനായിട്ട് വരുന്നത് ഒരു ഹെഡും പിന്നെ ഒരു ബോഡി പാർട്ടും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മോൾ ഭാഗം ഉണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നീഡിൽ പ്ലേസ് ചെയ്യുക. നമ്മുടെ ഇൻസുലിൻ്റെ പെന്നിൻ്റെ നീഡിൽ ഇവിടെയാണ് പ്ലേസ് ചെയ്യുക. അതാണോ, ഇതാണ് ഇൻസുലിൻ പെന്നിൻ്റെ ഒരു നീഡിൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാവും, ഇവിടെയാണ് നമ്മൾ കാട്രിഡ്ജ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാട്രിഡ്ജ് പ്ലേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കാട്രിഡ്ജ് പ്ലേസ് ചെയ്യും. ഇത് പഴയൊരു പെന്നാണ്, അതായത് യൂസ് ചെയ്യണില്ല, അതുകൊണ്ടാണ് നമുക്ക് ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമാണ് ഞാനൊരു ഒരു പെന്ന് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു കാട്രിഡ്ജ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യും. പിന്നെ ബാക്കിൽ വരുന്നത് ഒരു ഡയലർ വരുന്നുണ്ട്. ഇതാണ്, ഇത് കണ്ടില്ലേ, ഒരു ഡയലറാണ് വരുന്നത്. ഇത് നമ്മളെ ഇൻസുലിൻ്റെ ഡോസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എത്ര യൂണിറ്റാണ് വേണ്ടത് അത്ര യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ 8 യൂണിറ്റാണ് വേണ്ടതെങ്കിൽ ഇതുണ്ടോ 8, ഈ വെള്ള വര ഉണ്ടല്ലേ, ഈ വെള്ള വര ഈ 8ന് നേർക്ക് വരുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇൻസുലിൻ പെന്നിൻ്റെ ഒരു നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻസുലിൻ പെന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രൈം ചെയ്യണം. അതായത് ഒരു ചെറിയ 2 ഡോസ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുക. അപ്പോൾ ഒരു 2-3 തുള്ളി എന്ത് ചെയ്യും, പോകും. അത് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ എടുക്കേണ്ട ഡോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 8 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 8 യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് വെക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് ഒന്ന് ഷോൾഡറിൽ വെക്കാം നമുക്ക്. രണ്ടാമത് പറയുന്നത് അബ്ഡോമിനൽ റീജിയൻ, അതായത് നമ്മുടെ പുക്കിളിൻ്റെ 4 പുറം വെക്കാം. പിന്നെ വരുന്നത് തൈസാണ്, നമ്മൾ തുടയിൽ വെക്കാൻ പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബട്ടക്സിനും നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഇൻസുലിൻ വെക്കുന്ന സമയത്ത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വെക്കാൻ, അതായത് 90 ഡിഗ്രി എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ തൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ലെവലിലേക്കാണ് വെക്കേണ്ടത്. പുക്കിളിനൊക്കെ ചുറ്റുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് വെക്കേണ്ടത്.